സ്വകാര്യ സർവകലാശാലകൾക്ക് സർക്കാർ അനുമതി കൊടുത്തിരിക്കുക. 20 വർഷം പുറകിലാണ് CPM എന്ന വിമർശനമാണ് പലപ്പോഴും വരുന്നത്. അത് കാലോചിതമായ പ്രശ്നങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കാൻ കഴിയാത്തവരുടെ അഭിപ്രായമാണ്. ഇപ്പോൾ ഒരു കാലത്ത് ഭൂമി പരന്നതാ, ഉരുണ്ടതല്ലേ അല്ലേ? ഭൂമി പരന്നതാണെന്നാണ് സാങ്കല്പികത്വം. അന്ന് പഠിപ്പിച്ചതും ഭൂമി പരന്നതാണ്. ഇന്നതാണോ പഠിപ്പിക്കുന്നത്? ഇത് അണ്ഡാകൃതിയിലാണ്. ശാസ്ത്രം വളർന്നു, ചിന്ത വളർന്നു, കണ്ടുപിടുത്തം കൂടി, അനുഭവങ്ങൾ വർദ്ധിച്ചു വന്നു. അതുകൊണ്ട് പണ്ട് പരന്നതാണ്, പരന്നെടുക്കെ തന്നെ നിൽക്കണോ? ഇന്ന് ഉരുണ്ട് കിടക്കുന്ന, ഇന്ന് അണ്ഡാകൃതിയിലാണ് ഭൂമി. അതിനനുസരിച്ചിട്ടുള്ള വിജ്ഞാനമാണ്. ഇനിയും ശാസ്ത്രം വളരും, ഇനിയും അറിവ് വർദ്ധിക്കും, പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ടാകും, പുതിയ അനുഭവങ്ങളുണ്ടാകുമ്പോൾ അതിനനുസരിച്ച് കാലം മാറ്റം വേണ്ടി വരും. ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല ഇന്നത്തെ ഇന്ത്യ, ഇന്നത്തെ കേരളം. നിങ്ങളൊരു 25 വർഷം മുമ്പുള്ള കേരളമാണ് ഇന്നത്തെ കേരളം. നിങ്ങൾ ഈ കലക്ട്രേറ്റ് നോക്ക്, 25 വർഷം മുമ്പുള്ള കലക്ട്രേറ്റാണ്. നിങ്ങളിവിടെ മുഴുവൻ നോക്കി, എവിടെയെങ്കിലും ഇന്ന് ഓല കെട്ടിയ പുരയുണ്ടോ? പുല്ലുമേഞ്ഞ പുരയുണ്ടോ? ഒരു 25 വർഷത്തിന് ശേഷം കേരളത്തിൽ വന്ന മാറ്റമില്ലേ? ആ മാറ്റത്തിനനുസരിച്ച് സാമൂഹ്യ ജീവിതത്തിലും എല്ലാ രംഗത്തും മാറ്റം വരികയാണ്. വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരികയാണ്. ഇന്ന് കേരളം ഉന്നതമായ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു കയറി. ഇന്ന് കേരളത്തിൽ മുഴുവൻ കുട്ടികളും പഠിക്കുകയല്ലേ? സമ്പൂർണ്ണ സാക്ഷരതയല്ലേ? ഇത് പഠിക്കാത്തൊരു കുട്ടിയുണ്ടോ? ഇങ്ങനെ കേരളം വളരുമ്പോൾ ആ വളർച്ചയ്ക്കനുസരിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തിയെടുക്കാൻ ലോകത്തിലുള്ള എല്ലാ വിജ്ഞാനങ്ങളെയും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ന് സങ്കുചിത വലയത്തിനകത്ത് കിടക്കാൻ പറ്റില്ല. എല്ലാ വിജ്ഞാനങ്ങളെയും മനുഷ്യ സമൂഹത്തിൻ്റെ അറിവിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി ഉപകരിക്കുന്നതാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് അറിവുകൾ നമുക്ക് വികസിപ്പിക്കാൻ ഏതാണോ ഗുണകരം, ആ ഗുണകരമായ വശം സ്വീകരിക്കണം. പണ്ട് ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഇന്നതും അങ്ങനെ തന്നെ ജീവിക്കണം എന്നാണോ? അന്ന് എതിർത്തത് അന്നത്തെ കാലഘട്ടത്തിൽ ശരിയാണ്. ഇന്ന് ചെയ്യുന്നത് ശരിയായിട്ടുള്ള നിലപാടാണ്. അറിവില്ലാത്തത് കൊണ്ടാണോ ഈ TP ശ്രീനിവാസനെ അന്ന് ആക്രമിക്കുന്നത്? അന്നത്തെ പ്രശ്നം അതാണ്. ശ്രീനിവാസനെ ആക്രമിച്ചതിനൊന്നും ആരും ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല. തെറ്റായിട്ടുള്ള നിലപാടാണ്. അന്നും അതിനെ എതിർത്തിട്ടുണ്ട്, ആ നിലപാടിനെ അപലപിച്ചിട്ടുണ്ട്. അത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഉള്ള കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഓരോ കാലഘട്ടത്തിൻ്റെയും സ്ഥിതിഗതികൾ വെച്ചുകൊണ്ട്, പണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിരുന്നു, നമ്മുടെ ഹൈസ്കൂൾ വരെ. ഞാൻ യഥാർത്ഥത്തിൽ ഹൈസ്കൂളിൽ പോയതിന് ശേഷം ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി. ഇന്ന് 1ാം ക്ലാസ്സിൽ LKG കുട്ടി ഇംഗ്ലീഷല്ലേ പഠിക്കുന്നത്. പിന്നെ മലപ്പുറം ജില്ലയിൽ പൊതുവെ ഇംഗ്ലീഷ് പഠിക്കില്ലായിരുന്നു അവിടുത്തെ കുട്ടികൾ. എന്താണെന്നറിയും? അത് ബ്രിട്ടീഷ് ഭാഷയാണ്, സാമ്രാജ്യ വിരുദ്ധ മനോഭാവം. അതിനോടുള്ള പ്രതികാരമായിട്ട് മലപ്പുറത്ത് പൊതുവെ മുസ്ലിം ജനസാമാന്യ സാമ്രാജ്യ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു നാടായിരുന്നു അത്. പഴയ മലബാർ കലാപത്തിൻ്റെയൊക്കെ ആ വികാരത്തിൻ്റെ മേലെ ഇംഗ്ലീഷ് പഠിക്കില്ലായിരുന്നു. അവിടെ നിൽക്കാൻ പറ്റുമോ? ഇന്ന് മാറി എല്ലാവരും വിദ്യാസമ്പന്നരാണ്, എല്ലാവരും പഠിക്കുന്നു. ഇന്ന് 4-5 ഭാഷകൾ പഠിക്കുകയാണ്. ഇംഗ്ലീഷ് മാത്രമല്ല, അറബ്, ഉറുദു, ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ സാധ്യത, അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ വരികയാണ്, ആ ഭാഷ പഠിക്കുകയാണ്. അത് കാലോചിതമായി പഠിക്കും, വളരും, വികസിക്കും. വിദ്യാഭ്യാസത്തെയും ആ തരത്തിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. ആ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നിരീക്ഷണം ഇല്ലാത്തത് കൊണ്ട് പണ്ടിങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. പണ്ടിങ്ങനെയൊക്കെ ആയിരുന്നു ഷർട്ടും മുണ്ടൊക്കെ ഇടൽ. മാറുന്നു വരുന്നില്ലേ? അന്നത്തെ കാലഘട്ടത്തിൽ അതാണ് ശരി. ഓരോ കാലഘട്ടത്തിൻ്റെയും പ്രത്യേകതകളുണ്ട്. ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് അടിസ്ഥാനം ഉണ്ടാകും. ആ അടിസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ആ നിലപാടെടുത്തു. ഇന്ന് അതല്ല എടുക്കേണ്ടത്. ഇന്ന് എടുക്കേണ്ട നിലപാട് ഇതാണ്. ഇനി ഇത് എല്ലാ കാലത്തേക്കുള്ള നിലപാടാണെന്ന് ധരിച്ചേക്കണ്ട. ഇനിയും കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വളർച്ചക്കനുസരിച്ച് എല്ലാ രംഗങ്ങളെയും ശക്തിപ്പെടുത്താൻ, ആരോഗ്യരംഗത്തെ ശക്തിപ്പെടുത്താൻ, വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്താൻ, സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്താൻ ഒരുപാട് നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അതൊക്കെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വിരോധമാണ്. ഈ നാട് നന്നാകാൻ ആഗ്രഹിക്കുന്നവർ അതിനുള്ള കാര്യം പറയാം. റോഡ് വേണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഈ MLA-മാരുടെ മണ്ഡലത്തിൽ റോഡ് വേണോ? എവിടുന്നാ പണം? അതവരാദ്യം ആലോചിക്കണം. ഇവിടെ BOT വ്യവസ്ഥയിൽ വർക്ക് നടക്കുന്നില്ല. ജോയിന്റ് വെഞ്ചർ വ്യവസായങ്ങളും കച്ചവടങ്ങളും സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നില്ലേ? ഇവിടെ ഒരാളുടെ കൈവശം ധാരാളം പണമുണ്ട്. ആ പണം അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ആ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരതിൻ്റെ ലാഭം പ്രതീക്ഷിക്കും. ഇവിടെ ഈ തരത്തിൽ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ കൈവശം പണമില്ല.
നാട് വികസിക്കണം. നാട് വികസിക്കാൻ ആവശ്യമായ ഒരു നിരീക്ഷണം ഉണ്ടാകും. അതിനനുസരിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കും. ആ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ വികസനം നടക്കും. കിഫ്ബിയിലൂടെ റോഡ് വരും, കിഫ്ബിയിൽ പണം ശേഖരിക്കും. കിഫ്ബി വന്നതുകൊണ്ട് എത്രമാത്രം റോഡുകളും പാലങ്ങളും സ്കൂളുകളും കോളേജുകളും കൂടി ഉണ്ടായി. ഇന്ന് നമ്മുടെ കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങൾ നിങ്ങൾ നോക്കി പഴയ സ്കൂളാണ് ഈ വന്നത് ഈ കിഫ്ബി പണം കൊണ്ടല്ലേ. അതിനൊന്നും ഇതിൻ്റെ മേലെ ടാക്സ് പിരിച്ചിട്ടില്ലല്ലോ. റോഡിൽ പ്രധാനമായിട്ടും പിരിക്കുന്ന വഴി നടന്നു പോകുന്നവരെടുക്കും, സൈക്കിളുകാരെടുക്കുന്നൊന്നുമല്ല, അതിൽ യാത്ര ചെയ്യുന്നവരുണ്ട്. അവർക്ക് തന്നെ എന്താ ഗുണമാണ്. ഇപ്പം നമ്മുടെ ആലുവ പിന്നെ പാലക്കാട് ബൈപ്പാസ് ഉണ്ടല്ലോ, ആ ബൈപ്പാസിൽ റോഡ് ഏർപ്പെടുത്തിയിരുന്ന അവസരത്തിൽ ചിലർ എതിർത്തു. അത് കേന്ദ്ര ഗവൺമെൻറ് ടെൻഡർ കൊടുത്ത് പിന്നെ ഓരോ റീച്ചായിട്ട് ചില കമ്പനികൾ ഏറ്റെടുത്തു, അവർ നടത്തി റോഡ്. ആ റോഡ് ഇപ്പോഴും എത്ര വൃത്തിയിലാണ് സൂക്ഷിക്കുന്നത്.